ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3-3.5 സ്പൂൺ പഞ്ചസാരയാണ് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് അതിൽ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലൂസാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ക്യാരറ്റ് ഹാഫോ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അതൊന്ന് ചോപ്പ് ചെയ്ത് നമ്മുടെ ഡേറ്റ്സും കൂടെ ഒന്ന് കണ്ടിച്ചിട്ട് അതിൽ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ചെറിയ തീയിലൊന്ന് ഇട്ടിട്ട് വെച്ചതിന് ശേഷം നമുക്ക് 2 മുട്ട, ഇച്ചിരി വാനില എസൻസ്, ഒരു 1/4 കപ്പ് പഞ്ചസാരയോട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് മുട്ടയുടെ മിക്സൊക്കെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മൾ 1 കപ്പ് മൈദ മാവ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കണം. എന്നിട്ട് നമുക്കതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ആ മിക്സിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നു. ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിലിനേക്കാളും ബട്ടറാണ് നല്ല മണം കിട്ടുന്നത് കേക്കിന്. അപ്പോൾ നമ്മൾ ബട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ മണത്തിനായിട്ട് നമ്മൾ വേറെ എസൻസ് ഒന്നും ചേർക്കണ്ട. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തതിൽ തന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഡേറ്റ്സിൻ്റെ ഓരോ പീസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാഷ്യോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ നട്ട്സ് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലിട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിട്ടെടുക്കാം. പക്ഷെ ഇത് കേക്ക് നല്ല സോഫ്റ്റായിരിക്കും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് നമ്മൾ 30 മിനിറ്റ് വെച്ച് നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇത് നമ്മൾ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. സ്കൂളിലൊക്കെ സ്നാക്ക് കൊടുത്തുവിടുന്ന സമയത്തൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇത് നല്ല സോഫ്റ്റായിരിക്കും, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല മണമായിരിക്കും കേക്കിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.